ಆತ್ಮೀಯ ವೀಕ್ಷಕರೇ ನಮಸ್ಕಾರ. ನಾವೀಗ ನಿಂತಿರುವಂಥದ್ದು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಮದೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಸಿರಿಬಾಗಿಲು ಎಂಬ ಪ್ರದೇಶದಲ್ಲಾಗಿದೆ. ಈ ಪ್ರದೇಶಕ್ಕೆ ಹೊಂದಿಕೊಂಡು ಒಂದು ಶಾಲೆ ಕಾರ್ಯಾಚರಿಸುತ್ತಾ ಇದೆ. 109 ವರ್ಷಗಳ ಹಿಂದೆ ಅಂದರೆ ಶತಮಾನ ಪೂರೈಸಿದಂಥ ಒಂದು ಶಾಲೆ, ಸರ್ಕಾರಿ ವೆಲ್ಫೇರ್ LP ಶಾಲೆ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಹೊಂದಿಕೊಂಡು ಪ್ರಾಯಶಃ ಅತಿ ಹಿರಿದಾದ ಒಂದು ಶತಮಾನಗಳ ಒಂದು ಗತವೈಭವವನ್ನು ದಾಖಲಿಸುವಂಥ ಶಾಲೆಯಾಗಿದೆ. ಇದು ಮದೂರು ಗ್ರಾಮ ಪಂಚಾಯತಿನಲ್ಲಿರುವ ಹುಳಿತರ್ಕ ಸಮೀಪದಲ್ಲಾಗಿದೆ ಈ ಶಾಲೆ ಸ್ಥಿತಗೊಂಡಿರುವಂಥದ್ದು. ಪ್ರಾಯಶಃ ಇಷ್ಟು ದೀರ್ಘವಾದ ಒಂದು ಕಾಲಘಟ್ಟದಲ್ಲಿ ಈ ಶಾಲೆ ಯಾವಾಗಲೂ ಬಡ್ತಿ ಹೊಂದಿ ಸರ್ಕಾರಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯಾಗಿ ಕೂಡ ಪರಿಣಮಿಸಬಹುದಾಗಿತ್ತು. ಆದರೆ ಇಲ್ಲಿನ ಮುಖ್ಯ ಸಮಸ್ಯೆ ಅಂತೇಳಿದರೆ ಅವತ್ತು ಸ್ಥಾಪಿಸಿದ ಆ ಶಾಲೆ ಇಂದಿಗೂ ಕೂಡ LP ಶಾಲೆಯಾಗಿಯೇ 4ನೇ ತರಗತಿಯವರೆಗೆ ಮಾತ್ರ ಮುಂದುವರಿತಾ ಇದೆ ಅಂತೇಳಿದ್ದು ಇಲ್ಲಿನ ದುರ್ಗತಿಯಾಗಿದೆ. ಈ ಬಗ್ಗೆ ಈ ಊರಿನವರು, ಅದೇ ರೀತಿ ಇಲ್ಲಿಯ ಶಿಕ್ಷಕ ರಕ್ಷಕ ಸಂಘದವರ ನೇತೃತ್ವದಲ್ಲಿ ಹಲವಾರು ಮನವಿಗಳು, ಅದೇ ರೀತಿ ಪಂಚಾಯತಿನ ವತಿಯಿಂದ ಹಲವಾರು ಮನವಿಗಳು ಸರ್ಕಾರಕ್ಕೆ, ಶೈಕ್ಷಣಿಕ ವಿಭಾಗಕ್ಕೆ ಸಲ್ಲಿಸಿದರೂ ಕೂಡ ಯಾವುದೇ ರೀತಿಯ ಸ್ಪಂದನೆಗಳು ಕೂಡ ಬರದೇ ಇರುವುದರಿಂದ ಇದೀಗ ಈ ಪರಿಸರವಾಸಿಗಳು ಮತ್ತು ಶಾಲೆಗೆ ಸಂಬಂಧಪಟ್ಟ ಎಲ್ಲ ರಕ್ಷಕರು, ಶಿಕ್ಷಕರು ಜನ ಆಂದೋಲನಕ್ಕೆ ಇಳಿದಿದ್ದಾರೆ. ಇವತ್ತಿನ ದಿವಸ ಶಾಲೆಯನ್ನು ಬಡ್ತಿಗೊಳಿಸಬೇಕು ಅಂತೇಳುವ ಉದ್ದೇಶವನ್ನು ಮುಂದಿಟ್ಟುಕೊಂಡು ಶಾಲಾ PTA ಅಧ್ಯಕ್ಷ ಸಕರಿಯ ಕುನಿಲ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಇವತ್ತು ನಿರಾಹಾರ ಸತ್ಯಾಗ್ರಹವನ್ನು ಕೈಗೊಂಡಿದ್ದಾರೆ. ಮುಂದಿನ ಹಂತದ ಎಲ್ಲ ಹೋರಾಟಗಳಿಗೆ ನಾಂದಿಯಾಗುವ ಈ ಒಂದು ನಿರಾಹಾರ ಸತ್ಯಾಗ್ರಹದ ಬಗ್ಗೆ ಸಭೆ ಈಗಾಗಲೇ ನಡೀತಾ ಇದೆ. ഇനിയില്ലെങ്കിൽ എന്നാണ് നമ്മൾക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത് UP സ്കൂളുകളുണ്ട്. ആ UP സ്കൂളുകളിൽ നമ്മുടെ അത്ര കുട്ടികൾ പോലുമില്ല. നമ്മുടെ കുട്ടികളുടെ പകുതി കുട്ടികൾ പോലും ആ UP സ്കൂളുകളിലില്ല. പക്ഷേ നമ്മുടെ കുട്ടികളുണ്ട്. 400ഓളം കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എടുത്തു നോക്കിയാൽ വളരെ റയർ ആയിരിക്കും LP സ്കൂളിൽ ഇത്രത്തോളം കുട്ടികളുള്ളത്. എന്നിട്ടും നമ്മുടെ സ്കൂളിനെ പോലും പരിഗണിക്കുന്നില്ല. ഇതിന് ആരുടെയാണ് കാല് പിടിക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് യാചിക്കേണ്ടത്? കഴിഞ്ഞ വർഷം, 2 വർഷം മുമ്പ്, 1 വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടികൾ വാർത്ത വായിച്ചിരുന്നു. വളരെ വിഷമത്തോടെയാണ് വാർത്ത വായിച്ചത്. കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയായിരുന്നത്. റിപ്പോർട്ടർ ചാനലിലാണ് വാർത്ത വായിച്ചത്. പക്ഷേ എന്നിട്ടും ആളുകൾക്കറിയാം. പക്ഷെ എന്താ, അതിനെ പരിഗണിക്കുന്നില്ല. ഇവിടെ നിൽക്കുന്ന നമുക്കറിയാം, ഈ HM ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പഠിച്ച ഓരോ ആളുകളും പല ലെവലിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്കൂൾ ഇന്നും ഇങ്ങനെ തന്നെയാണ്. ഈ പോയ HM ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട അദ്ദേഹവും ഈ സ്കൂളിൽ പഠിച്ചതാണ്, രാധാകൃഷ്ണൻ സാർ. കാരണം എന്താ, ഈ സ്കൂളിൽ പഠിച്ച് ഇവിടെ നിൽക്കുന്ന തൊട്ടടുത്തുള്ള IID ഹോസ്പിറ്റലിലെ ഒരു MD ഉണ്ട്, MD ഡോക്ടർ. അദ്ദേഹവും ഈ സ്കൂളിൽ പഠിച്ചതാ. ഈ സ്കൂളിൽ പഠിച്ച് നിൽക്കുന്ന പല ആളുകളുണ്ട്. ആ ടീച്ചർ റിട്ടയർഡ് ടീച്ചറാണ്, ഈ സ്കൂളിൽ പഠിച്ചതാണ്. എത്ര ആളുകളുണ്ട് ഇവിടെ നിൽക്കുന്ന? വില്ലേജ് ഓഫീസറുണ്ട്, റിട്ടയർഡ് ആയ വില്ലേജ് ഓഫീസറുണ്ട്, അങ്ങനെ പത്രപ്രവർത്തകരുണ്ട്. എത്രയോ ആളുകൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സ്കൂള് മാത്രം ഇങ്ങനെ തീരുമാനിച്ചതാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട്. ഇത് ഇങ്ങനെ മതി എന്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ എയ്ഡഡ് സ്കൂളാണോ, എയ്ഡഡ് സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാനാണോ, അല്ലെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്താനോ എന്ന് സംശയിക്കേണ്ടി വരും. ഈ സ്കൂളിൽ ഭൗതിക സൗകര്യം ഒരുക്കി കൊടുത്താൽ 10,000 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, 10,000 കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ സംശയം ജനിപ്പിക്കുന്ന ഒരാളും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഹയർ സെക്കൻഡറി കഴിഞ്ഞു, സർവകലാശാല പോലും തുടങ്ങാനുള്ള സ്ഥലമുണ്ട്. സർവകലാശാല ആയിട്ടില്ലേ എന്നാണ് തമാശ രൂപത്തിൽ പല ആളുകളും നമ്മളോട് ചോദിക്കാറ്. ಸರ್ಕಾರಿ ವೆಲ್ಫೇರ್ LP ಶಾಲೆ ಸಿರಿಬಾಗಿಲು
109 ವರ್ಷಗಳನ್ನು ದಾಟಿದಂತಹ ಈ ಶಾಲೆ ಪ್ರಾರಂಭವಾಗುವ ಹೊತ್ತಿನಲ್ಲಿ ಎಷ್ಟು ತರಗತಿಗಳಿದ್ದು ಅಷ್ಟೇ ತರಗತಿಗಳು ಈಗಲೂ ಕೂಡ ಇದೆ. ದೀನದಲಿತರಿಗಾಗಿ ಆರಂಭಗೊಂಡಂತಹ ಈ ಶಾಲೆ ಬಹಳ ವರ್ಷಗಳಷ್ಟು ಕಾಲ ಪುಳುಕೂರು ದೇವಸ್ಥಾನದ ಸಮೀಪ ಇತ್ತು. ಅನಂತರ ಸಿರಿಬಾಗಿಲು ರಾಮಯ್ಯ ನಾಯ್ಕ್ ಎನ್ನುವಂತಹ ಒಬ್ಬರು ಹೈಕೋರ್ಟ್ ವಕೀಲರು 6 ಎಕರೆ ಸ್ಥಳವನ್ನು ಈ ಶಾಲೆಗೆ ಉದಾರವಾಗಿ ದಾನ ಮಾಡಿದರು. ಅಂತಹ ಒಂದು ಚರಿತ್ರೆ ಇರುವಂತಹ ಒಂದು ಶಾಲೆ ಸಿರಿಬಾಗಿಲು ಸರ್ಕಾರಿ ವೆಲ್ಫೇರ್ LP ಶಾಲೆ. ಇಲ್ಲಿ ಬಹಳಷ್ಟು ಸ್ಥಳ ಇದೆ, ಕಟ್ಟಡಗಳಿವೆ, ಕ್ರೀಡಾಂಗಣ ಇದೆ, ಎಲ್ಲವೂ ಇದೆ. ಆದರೆ ಇದನ್ನು ಬಡ್ತಿಗೊಳಿಸಲು 5ನೇ ತರಗತಿಯಿಂದ 6, 7 ತರಗತಿಯವರೆಗೆ ಏರಿಸಲು ಎಷ್ಟು ಮನವಿ ನೀಡಿದರೂ ಕೂಡ ಆ ಮನವಿ ಗಾಳಿಗೆಲ್ಲ ತೂರಿ ಹೋಗಿದೆ. ಮರಳಿ ಅಧಿಕಾರಕ್ಕೆ ಬಂದಂತಹ ಸರ್ಕಾರಗಳು, ಆಡಳಿತ ವ್ಯವಸ್ಥೆ ഇതെല്ലവೂ ಕೂಡ ഈ ശാലಯನ್ನು ബഹಳ സാരാസകട്ടാಗಿ തിരസ്കരിಸಿದೆ. അപ്പോൾ ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ നിവേദനങ്ങളും കൊടുത്തു. പഞ്ചായത്ത് മുഖേന, അതേപോലെ ഇവിടെ ഇപ്പോൾ ഇവർ PTA പ്രസിഡന്റ്, അതേപോലെ ഞങ്ങളുടെ കവി രാധാകൃഷ്ണൻ, ഇവരെല്ലാവരും കൂടി ഇനി ഇവിടുന്ന് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതും വന്നിട്ടില്ല. എന്നതല്ലാൽ അപ്ഗ്രേഡ് ചെയ്യാൻ മാത്രം പറഞ്ഞു പോയതല്ലാതെ MLA ഉണ്ടായ ഇതാണ്, ഞാനുണ്ടായി, എല്ലാവരും ഉണ്ടായി. ഞങ്ങളടുത്ത് ഞങ്ങളുടെ ഈ വാർഡിലെ മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഞങ്ങൾക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ ഇതുവരെ ഇതിനെപ്പറ്റിയിട്ട് ഒരു ഇതും മുന്നോട്ട് പോയിട്ടില്ല. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ സക്രിയ ചെയ്ത ഈ നിഹാര സത്യാർത്ഥിനി ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫുൾ പിന്തുണയുമായി ഞാൻ ഈ ബാക്കി നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് നമ്മൾ പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് നമുക്കൊരു ഉറപ്പ് തന്നതാണ്, ആ വേദിയിൽ വെച്ചിട്ട് ഈ സ്കൂളിൽ നമുക്ക് കൈതൊട്ട് പട്ടം അപ്ഗ്രേഡ് ചെയ്യുമെന്ന്. ഇതുവരെ ചെയ്തില്ല. അപ്പോൾ നേരത്തെ സക്കറിയ പറഞ്ഞു, തിരുവനന്തപുരത്തെ ഒരു വിലിഞ്ഞ സ്കൂളിൽ, ആ വിലിഞ്ഞ എന്ന പ്രദേശത്ത് ഒരു സ്കൂളിൽ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. ഏതായാലും ഞാൻ കൂടി ഒരു വർഷം പഠിച്ച സ്കൂളാണ്. 5ാം ക്ലാസ്സിൽ ഞാൻ 84-85 കാലഘട്ടത്തിൽ 5ാം ക്ലാസ്സിൽ കന്നഡ പഠിച്ച വ്യക്തി, വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കുറേ സ്ഥലങ്ങൾ നമുക്കുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഈ പിന്തുണ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഈ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും പേരൻസും നാട്ടുകാരും വ്യാപാരികളും എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. 150 വർഷമായിട്ട് നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി നിലയിൽ വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ തന്നെ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ എല്ലാം ഒത്തുചേർന്നുകൊണ്ടൊരു പ്രതിഷേധം നമ്മൾ ഒരു വർഷം മുമ്പ് നടത്തി. അതിനൊന്നും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വരുമ്പോൾ നിവേദനം കൊടുത്തു, തീർച്ചയായും പരിഗണിക്കാമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നടക്കുന്നില്ല. ഏതോ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ഇനിയും വരുന്ന ആളുകളിൽ ഇതിനേക്കാളും വളരെ വമ്പിച്ച ജനപിന്തുണയോടുകൂടി ഈ നമ്മുടെ മധൂർ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് ഇതിലും വലിയൊരു മുന്നേറ്റം നടത്താമെന്ന് മാത്രമാണ് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നന്മയ്ക്കാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ സമരം മാത്രം നമുക്ക് പോരാ. ഇവിടെ ഒരുപാട് രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ, ഉമ്മമാർ കൈക്കുഞ്ഞുമായി വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നേരെ ഇങ്ങോട്ട് വന്ന ആൾക്കാരുണ്ട്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയത് എങ്ങനെയാണ്? ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്.